പ്രിയപ്പെട്ട വായനക്കാരെ, നമുക്ക് കാമിനിപുരത്തേക്ക് ഒരു യാത്ര പോകാം. ബി.എൻ. റോയിയുടെ കാമിനിപുരം. കാമിനിപുരത്തെ മനുഷ്യരെല്ലാം സാധാരണക്കാരാണ്. അതിലുപരി അവർ നിസ്സഹായരു കൂടിയാണ്. തന്റേടിയായ ദാനമ്മ പാലായിലെ റബ്ബർ തോട്ടത്തിൽ ആവോളം പണിയെടുക്കുന്നത് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനാണ്. എന്നാൽ അവസാനം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് തനിക്ക് കിട്ടുന്ന കൈക്കുഞ്ഞുമായിട്ടാണ് അവൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ദാനമ്മയുടെ ഒക്കെ കുട്ടിക്കാലത്ത് കുറച്ച് നായക പരിവേഷം ഉണ്ടായിരുന്ന വിജയപ്പൻ ദാനമ്മയ്ക്ക് വിവാഹാഭ്യർത്ഥന നടത്തുന്നുണ്ട്. എന്നാൽ പിന്നീട് വിജയപ്പൻ പോലും പാമ്പുകടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയാര്, അച്ഛനാര് എന്ന ചോദ്യവുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന സെൽവരാജൻ പോലും അവസാനം നോവലിൽ അപ്രത്യക്ഷനാവുകയാണ്. ദാനമ്മയുടെ കായിക അധ്യാപകനായിരുന്ന കരുണാകരൻ മാസ്റ്റർ, എന്തിന് തന്റെ മകളുടെ ജീവിതത്തിന് വേണ്ടി വാറ്റുചാരായ വിൽപ്പന നടത്തുന്ന പുഷ്പ, ഇവരെല്ലാം ജീവിതത്തിൽ വിജയം കാണാതെ നിസ്സഹായരായി ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവരായിട്ടാണ് നോവലിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത്ര കണ്ട് വിദ്യാഭ്യാസം അവകാശപ്പെടാനില്ലാത്ത, പച്ചയായ ജീവിതം അവകാശപ്പെടാനുള്ള സത്യസന്ധരായ മനുഷ്യരാണ് കാമിനിപുരത്ത് ജീവിക്കുന്നവർ. എന്നാൽ ഈ നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരിലൂടെ ലോകത്തെ തന്നെ നിർവചിക്കാനാണ് നോവലിസ്റ്റ് ഇവിടെ ശ്രമിക്കുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ മുഖ്യധാര സമൂഹം ഉൾക്കൊള്ളുമ്പോഴും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ലാത്ത വിധത്തിൽ ചൂഷണത്തിനും പാർശ്വവൽക്കരണത്തിനും വിധേയരായി തീരുന്ന നിസ്സഹായരായ മനുഷ്യർ ഈ ഭൂമിയിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഉത്തരമാണ് ഈ കാമിനിപുരം എന്ന നോവൽ വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. വെറും 104 പേജുകളിലൂടെ കാമിനിപുരത്തിന്റെ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിക്കാനും ചിന്തിപ്പിക്കാനും വായനക്കാരെ പ്രേരിപ്പിക്കുന്ന നോവലാണ് ബി.എൻ. റോയിയുടെ കാമിനിപുരം.